ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ആസാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഏറ്റവും പ്രകൃതി വിഭവങ്ങളുള്ള സമ്പന്നമായ സംസ്ഥാനമാണ് ഈ ആസാം. ഈ ആസാമിലെ ഭൂരിഭാഗം ജനങ്ങളും അവിടെ കൃഷിക്കാരാണ്. കൃഷി എന്ന് പറയുമ്പോൾ തേയില കൃഷിയും നെൽകൃഷിയുമാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള കൃഷി. കൂടാതെ തന്നെ പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ചണം, കരിമ്പ്, അങ്ങനെ കുറെ കൃഷികൾ വേറെയുണ്ട്. അതായത് ആസാമിന്റെ വരുമാനത്തിൽ കൂടുതലും കൃഷിയാണ് അവർ ചെയ്യുന്നതെന്ന് പറയാം. അത് ഈ തേയില എക്സ്പോർട്ടിങ്, ആസാം ചായപ്പൊടി വളരെ ഫേമസ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ്. അവിടെ കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു കുടുംബത്തെ പോലും ആസാമിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയില്ല. എണ്ണ, വാതക ശേഖരണങ്ങളും എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ ആസാമിലെ പല മേഖലകളിലും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ. അതായത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഒന്നും കിട്ടാത്ത സ്ഥലമാണ് ഈ പറയുന്ന ആസാം. അവിടുത്തെ സമൂഹം കൂടുതൽ വിശ്വസിക്കുന്നത് കൃഷി ഉണ്ടെങ്കിൽ മാത്രം വിജയിക്കാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വിദ്യാഭ്യാസത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നുമില്ലായിരുന്നു. ഒട്ടും കൊടുക്കുന്നില്ല എന്ന് പറയാനും കഴിയില്ല, കൊടുക്കുന്നവരുമുണ്ട്. എന്നിരുന്നാലും ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങി ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആസാമിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാന നദികളിൽ ഒന്നാണ് ഈ ബ്രഹ്മപുത്ര. ഇത് ഒഴുകി വരുന്നത് ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയുടെ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടെ ആണ് ഒഴുകുന്നത്. അത് പിന്നീട് ബംഗ്ലാദേശിലേക്ക് ഒഴുകി അവിടെ നിന്നും ഗംഗയിലായിട്ട് ചേരുകയാണ്. ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന്റെ വലിയൊരു പങ്കും ബ്രഹ്മപുത്ര എന്ന നദിക്കുണ്ട്. അതിന്റെ വലിയൊരു കാരണം കനത്ത മഴയും അതുപോലെ ആസാമിലെ ഭൂപ്രകൃതിയും എല്ലാമാണ്. ഈ കനത്ത മഴ കാരണം ഈ ബ്രഹ്മപുത്ര എന്ന നദി കരകവിഞ്ഞൊഴുകുകയും അതുപോലെ വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എല്ലാ വർഷവും ആസാം എന്ന സംസ്ഥാനം നേരിടുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം ഒരു ഹ്യൂജ് എമൗണ്ട് ആസാം ഗവൺമെന്റ് ചിലവാക്കുന്നുണ്ട്. അതുപോലെ വനം നശീകരണം അവിടെ നടക്കുന്നത് കൊണ്ടെല്ലാം ഈ വെള്ളപ്പൊക്കം കൂടുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വെള്ളപ്പൊക്കത്തിന് ഇതുവരെ ഒരു ശാശ്വത പരിഹാരം കൊണ്ടുവരാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഈ ബ്രഹ്മപുത്ര ചേർന്ന് കിടക്കുന്ന വനങ്ങളിൽ നിന്നും മൃഗങ്ങൾ ആസാമിലേക്ക് കയറി വരികയും അവിടുത്തെ ജനത്തെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതുണ്ട്. അത് ആസാം എന്ന സംസ്ഥാനം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ആസാം. ഈ വെള്ളപ്പൊക്കമാണെങ്കിലും മൃഗങ്ങളുടെ കടന്നുകയറ്റമാണെങ്കിലും അത് അവിടുത്തെ കൃഷിയെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. ആസാമിലെ മറ്റൊരു വെല്ലുവിളി നേരിടുന്ന ഒന്നാണ് അവിടുത്തെ മുസ്ലിം വിഭാഗം നേരിട്ട് കൊണ്ടിരുന്ന ശൈശവ വിവാഹം. അതായത് അവിടുത്തെ ദാരിദ്ര്യ മേഖലകളിൽ മുസ്ലിം ജനതയിൽ കണ്ടുവരുന്ന ഒന്നാണ് ഈ കുഞ്ഞു കുട്ടികളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്ന കാഴ്ചകൾ. ഈ 6ഉം 8ഉം വയസ്സുള്ള കുഞ്ഞു മക്കളെ പിടിച്ച് അവര് വിവാഹം കഴിപ്പിക്കും. അവിടുത്തെ മുസ്ലിങ്ങളിൽ കൂടുതലും ബംഗ്ലാദേശിൽ നിന്നും വന്നതാണ്. അതായത് ഇന്ത്യയുടെ വിഭജന സമയത്ത്, അതായത് 71 വാർ നടന്ന സമയത്ത് അവിടുത്തെ കുടിയേറി പാർത്ത സമൂഹമാണ് ഈ ബംഗ്ലാദേശികൾ. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ മുസ്ലിംസും ആസാമിലെ മുസ്ലിംസും തമ്മിൽ വലിയ അടിയാണ്. ഈ ആസാമിലെ മുസ്ലിംസ് അവിടെ ഹൈ സ്റ്റാൻഡേർഡിലാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തലമറച്ചും ഈ പർദ്ദയിട്ടൊന്നുമല്ല അവിടെ അവര് താമസിക്കുന്നത്. ആസാമി മുസ്ലിംസ് എല്ലാ ഭക്ഷണവും കഴിക്കും, പന്നികളെ വരെ അവർ കഴിക്കും. പക്ഷേ ഈ ബംഗ്ലാദേശി മുസ്ലിംസ് വന്നതോടുകൂടി കുറെ കാര്യങ്ങൾ അവർ പറിച്ചു നടാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിമിലെ ശൈശവ വിവാഹം എല്ലാം വന്നത്. എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് മുസ്ലിംസിന്റെ വരവോട് ഈ മതം അവർ കൂടുതൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനെ വന്ന ബംഗ്ലാദേശ് മുസ്ലിംസ് അധികവും അവിടെ ദരിദ്ര കുടുംബങ്ങളാണ്. ഇങ്ങനെ ദാരിദ്ര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾ എന്ത് ചെയ്യും? അവരുടെ പെൺമക്കളെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചയക്കും. അത് അവരുടെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുമാണെന്നാണ് അവര് പറയുന്നത്.
ഇവരിൽ അധികവും വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ സമൂഹം ഇത് കാലങ്ങളായിട്ട് ഇപ്പോഴും തുടർന്നു കൊണ്ടുവരികയാണ്. ഈ എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത്. ഇനി വിദ്യാഭ്യാസം നൽകുകയാണെങ്കിലോ പെൺകുട്ടികൾ നേരത്തെ ഗർഭധാരണം നടത്തുകയും അതുപോലെ തന്നെ ഗുരുതര ആരോഗ്യ വീഴ്ചകളിൽ എത്തുകയും ചെയ്യും. ഇതോടെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. ആസാമിലുള്ള ഈ ശൈശവ വിവാഹത്തെ ചെറുക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ അവിടെ നടന്നിരുന്നു. 1935 വന്ന ചൈൽഡ് മാരേജ് ആക്ട് ആസാം ഇപ്പോൾ റദ്ദാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ആക്ട് ആണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. അന്നത്തെ സാഹചര്യത്തിൽ അത് വന്നിരുന്നെങ്കിലും അധികം ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ബംഗ്ലാദേശികളായ മുസ്ലിം വന്നതോടുകൂടി ഈ ശൈശവ വിവാഹങ്ങൾ അവിടെ കൂടി. ഈ ആക്ട് ഇല്ലാതാക്കുന്നതോടുകൂടി 18ഉം 21ഉം വയസ്സിൽ എത്താത്തവർക്ക് അവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ആസാമിലെ ചൈൽഡ് മാരേജ് നിരോധിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പ് തന്നെയാണ് ഇത്. ശരിയാണ്, യൂണിഫോം സിവിൽ കോഡ് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം വന്നിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്നുള്ള മറ്റു പാർട്ടികളുടെ വാദം അംഗീകരിക്കാൻ കഴിയില്ല. ഇത് തികച്ചും വർഗീയമാക്കിക്കൊണ്ട് ഡൈവേർട്ട് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിക്കുകയല്ലേ BJPക്കെതിരെ. BJP എന്ന പാർട്ടിയും ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയും ചെയ്തിരിക്കുന്നത് ആസാം എന്ന സംസ്ഥാനത്തെ ഒരു വിഭാഗം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ പോകുന്നത് എന്നതാണ്. അതിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്തതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ഇന്നലെ നിയമസഭയിലെ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആസാമിൽ ശൈശവ വിവാഹങ്ങൾ അനുവദിക്കുന്നില്ല എന്ന്. 2026 മുൻപ് സംസ്ഥാനത്ത് ശൈശവ വിവാഹം ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ട് തന്നെ ഇരിക്കട്ടെ, ചെയ്യാൻ പോകുന്നത് സമൂഹത്തിന് ദോഷമുള്ള ഒന്നല്ല, ഗുണകരമായിട്ടുള്ള ഒരു കാര്യത്തെ ആണ്. അതിനെ വളച്ചൊടിച്ച് വർഗീയത പുലർത്താതെ അംഗീകരിച്ചു കൊടുക്കാൻ കോൺഗ്രസ് പഠിക്കണം.